മൂന്നാറിൽ മാത്രം കണ്ടുവരുന്ന ക്യാരറ്റാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ തൈയാണിത്, വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്കറിയാം, നമ്മുടെ ഇവിടെ എറണാകുളത്തെ പ്രദേശങ്ങളിലെല്ലാം ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിടിക്കുക. അതുപോലെ സ്ട്രോബെറി ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി ഇത് മേടിച്ച സ്ഥലത്ത് കായും അതുപോലെ തന്നെ പഴുത്ത കായൊക്കെ നിൽക്കണിട്ടാണ് മേടിച്ചത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്ട്രോബെറി വേറെ ചട്ടികളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പാകമായിട്ട് വരുന്നതേ ഉള്ളൂ. ഇതിലൊന്നും കായ് കണ്ടില്ല. അതുപോലെ നമ്മൾ ചൊരയ്ക്ക ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണമാണ് പിടിച്ചിരിക്കുന്നത്, അതിൽ കാ കുറേയുണ്ട്. ചെറുതായിട്ട് വേനലായതുകൊണ്ട് പിന്നെ നനയ്ക്കാത്തതുകൊണ്ട്. അതുപോലെ വെള്ളിരി ഒരെണ്ണം കായ്ച്ചിട്ടുണ്ട്, വേറെ ഒരു ചെറുതൊരെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ടെറസിൽ നമുക്ക് നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ നല്ല കറി വെക്കാനുള്ള സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ പച്ചമുളക്, ചെറിയ കാന്താരി, പയറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വെറുതെ കിട്ടുന്ന സമയം ഇത് കണക്കിന് ചിലവഴിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കറികൾക്കുള്ള പച്ചക്കറിയും അതുപോലെ ഇലക്കറി, കറി വെക്കാനുള്ള ഇല, പയറിൻ്റെ ഇലയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ആട്ടിറച്ചിക്ക് ബലം ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ വഴുതനങ്ങ ഇത് തൈയാണ്. അതുപോലെ തന്നെ വഴുതനങ്ങ ഇതും തൈയാണ്. ഇത് കുറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, കായായി വരുന്നതേ ഉള്ളൂ. കണ്ടോ, പൂ നന്നായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു കായാണത്. അതുപോലെ തന്നെ നമുക്ക് തക്കാളി ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. തക്കാളിക്ക് 1-2 ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. പൂവിട്ടിട്ടുണ്ട്. ചെറിയ മഴയുടെ ഒരു പ്രശ്നം കാരണം ചെറുതായിട്ട് പൂ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട്. രാവിലെ മഴ പെയ്തിട്ട് ഉച്ചയ്ക്ക് നല്ല വെയിൽ വന്നപ്പോഴത്തേക്കും അത് പൂ കരിഞ്ഞു പോയി. ഇതുപോലെ നമ്മൾ ടെറസിലൊക്കെ നമുക്ക് ഒരു ജീവിതത്തിൽ അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെറസിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് വിളവെടുക്കാവുന്നതാണ്. ഇത് പല സാധനങ്ങളിലും നേരത്തെ പയറൊക്കെ ഇവിടെ നിന്ന് പറിച്ച് കറി വെച്ചിട്ടുണ്ട്. അതുപോലെ കപ്പളം അത് നിൽക്കുന്നു. അതൊരു വലിയ ഒരെണ്ണമാണ്, ചട്ടിക്കകത്ത് തന്നെ വെച്ചേക്കുന്നത്, ചെറിയൊരു ബക്കറ്റിൻ്റെ അകത്ത്. അതുപോലെ തന്നെ നമ്മൾ വേറെ സ്ഥലത്ത് ബക്കറ്റിൻ്റെ അകത്ത് കറിവേപ്പില വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വലുതായിട്ടുണ്ട്, ബക്കറ്റിൻ്റെ അകത്ത് വെച്ചത് വലുതായിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ തൈകളാണ്, എന്നാലും നമുക്കത് നുള്ളി കറക്കിയിടാൻ പരുവത്തിലുള്ളത് തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരുപാട് സമയം വെറുതെ പാഴാക്കി കളയുന്നുണ്ട്. അതിൽ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും വിഷമില്ലാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.